വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശയ്യാ 11-ാം അധ്യായം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെയും അവൻ്റെ നീതിയെപ്പറ്റിയുള്ള ഭരണത്തെയും കുറിച്ചുള്ള വിവരണമാണ്. അവൻ നീതിയോടെ ഭരിക്കുകയും സമാധാന രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും. മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ദർശനമാണ് ഇവിടെ വരച്ചു കാട്ടുന്നത്. ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. യേശയ്യാ 11-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. യേശയ്യാ 11-ാം അധ്യായം 6 തിരുവചനം. ജനതകൾക്ക് അവിടുന്ന് ഒരു അടയാളം നൽകും. ഇസ്രായേലിൽ നിന്ന് ഭ്രഷ്ടരായവരെയും യൂദയായിൽ നിന്ന് ചിതറിപ്പോയവരെയും അവിടുന്ന് ഭൂമിയുടെ 4 കോണുകളിൽ നിന്നും ഒരുമിച്ച് കൂട്ടും. യേശയ്യാ 11-ാം അധ്യായം 12 തിരുവചനം. യേശയ്യാ 12-ാം അധ്യായം ഒരു കൃതജ്ഞതാ ഗീതമാണ്. ദൈവത്തിൻ്റെ രക്ഷയും കരുണയും അനുഭവിച്ച ജനങ്ങൾ സന്തോഷത്തോടെ അവനെ സ്തുതിക്കുന്നു. ഇതാ, ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. യേശയ്യാ 12-ാം അധ്യായം 2 തിരുവചനം. ഭൂമിയെല്ലാം ഇതറിയട്ടെ, സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. യേശയ്യാ 12-ാം അധ്യായം 6 തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.